ഇസ്രായേൽ ദോഹയിൽ നടത്തിയ ആക്രമണത്തിൽ ലോകം മുഴുവൻ അപലപിക്കുന്നു. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യക്കുരുതിയുടെ പ്രതികരണമായാണ് യമനിലെ സായുധ ഗ്രൂപ്പായ ഹൂതികൾ ഇസ്രായേലിൽ ആക്രമണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത ആക്രമണം ഹൂതികൾ നടത്തിയിരുന്നു. ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ പ്രതികരണവുമായി ഹൂതികളെത്തി. അറബ് രാജ്യങ്ങളോടാണ് ഹൂതികളുടെ ആഹ്വാനം. ഇടപെടേണ്ട സമയമാണിതെന്ന് ഹൂതികൾ അറബ് രാജ്യങ്ങളോട് പറയുന്നു. ഇടപെടുകയാണെങ്കിൽ ഇപ്പോൾ ഇടപെടണം, ഒന്നിച്ചു നിൽക്കണം, ഇല്ലെങ്കിൽ ദോഹയിൽ സംഭവിച്ചത് എല്ലായിടത്തും സംഭവിക്കും. എല്ലാവരെയും അതിർത്തി കയറി ആക്രമിക്കുകയാണ് ഇസ്രായേൽ, ഹൂതികൾ പറഞ്ഞു. അറബ് മുസ്ലിം രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ പദ്ധതികൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് ഹൂതി സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ തലവൻ മഹ്ദി അൽ മഷാദ് പറഞ്ഞു. ഇത് വളരെ വൈകാനും പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സയനിസ്റ്റ് ഭീകരതയെ നേരിടുന്നതിൽ നാം എല്ലാവരും ഒന്നിച്ചില്ലെങ്കിൽ ദോഹയിൽ സംഭവിച്ചത് വീണ്ടും സംഭവിക്കും, അൽ മഷാദ് പറഞ്ഞു. ദോഹയിലെ കത്താര പ്രവിശ്യയിലായിരുന്നു ആക്രമണം. ഒന്നിലധികം സ്ഫോടനങ്ങൾ നടന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറഞ്ഞു. ആക്രമണത്തിൽ ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ കൊല്ലപ്പെട്ടതായും ഇസ്രായേൽ അവകാശപ്പെട്ടു. എന്നാൽ ഇസ്രായേലിൻ്റെ അവകാശവാദം ഹമാസ് തള്ളി. ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ള നേതാക്കൾ സുരക്ഷിതരാണെന്ന് ഹമാസ് അറിയിച്ചു. ഖലീൽ അൽ ഹയ്യ, ഖാലിദ് മെഷാൽ, സഫർ ജബാരിൻ തുടങ്ങിയവർ ഉൾപ്പെടെ ആക്രമണത്തിൽ ലക്ഷ്യമിട്ട എല്ലാ മുതിർന്ന നേതാക്കളും സുരക്ഷിതരാണെന്ന് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്യുന്നു. US മുന്നോട്ട് വച്ച ഗാസ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാനാണ് ഖത്തറിൽ ഹമാസിൻ്റെ ഉന്നത നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയതെന്ന് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ ഖലീൽ അൽ ഹയ്യയുടെ മകൻ ഹമാം അൽ ഹയ്യയും അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഡയറക്ടർ ജിഹാദ് ലുബാദും കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ടാണ് ഇസ്രായേൽ സംസാരിച്ചത്. ദോഹയിലാണ് ഹമാസിൻ്റെ നേതാക്കൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നതെന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. ഇവരെ ലക്ഷ്യമിട്ട് ഞങ്ങൾ ഓപ്പറേഷൻ നടത്തി. ഞങ്ങൾ ലക്ഷ്യമിട്ടത് കഴിഞ്ഞ ഒക്ടോബർ 7-നുണ്ടായ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായവരെയാണ്, IDF പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു. ആക്രമണത്തെ രൂക്ഷമായി ഖത്തർ വിമർശിച്ചു. ഇസ്രായേൽ പലസ്തീൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ അവസാനിപ്പിച്ചതായി ഖത്തർ അറിയിച്ചു. അടിയന്തരമായ അന്വേഷണം നടത്തിവരികയാണ്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും ശക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം ക്രിമിനൽ കടന്നാക്രമണങ്ങൾ ഒരു കാരണവശാലും ഖത്തർ അംഗീകരിക്കില്ല. ഇസ്രായേലിൻ്റെ ഭീരുത്വമാണ് വെളിവായിരിക്കുന്നത്. ഖത്തറിൻ്റെ പരമാധികാരത്തിന് വെല്ലുവിളി ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. വീണ്ടും വിചാരമില്ലാത്ത ഇസ്രായേലിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളോട് സഹിഷ്ണുത പുലർത്താൻ ഖത്തറിനാവില്ല, ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ആക്രമണം US-നെ നേരത്തെ അറിയിച്ചിരുന്നു എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിനും ഹമാസിനും ഇടയിലുള്ള മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്ന പ്രധാന രാജ്യമായിരുന്നു ഖത്തർ. ആക്രമണത്തിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകിയതായി ചാനൽ 12 റിപ്പോർട്ട് ചെയ്തു. സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ US എംബസി പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി. ഖത്തറിലെ US പൗരന്മാർ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറാനാണ് നിർദ്ദേശം. ആദ്യമായാണ് ഇസ്രായേൽ ഖത്തറിൽ ആക്രമണം നടത്തുന്നത്. ഖത്തറിന് പിന്തുണയുമായി ഗൾഫ് രാജ്യങ്ങളും രംഗത്തു വന്നു.